ആദ്യം തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം നന്ദി പറയുന്നു. ഞാൻ ഈ സാക്ഷ്യം പറയാൻ താമസിച്ചതിനെ ഓർത്ത് ക്ഷമായാചന നടത്തുന്നു. എൻ്റെ പേര് മോളി. ഞാൻ കാസർഗോഡ് ജില്ലയിലെ പാണത്തൂരിലെ സെൻറ്റ് മേരീസ് ചർച്ച് ഇടവാങ്ങുവാണ്. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ ജീവിത പങ്കാളി സൈമൺ, മകൾ ഏഞ്ചൽ, മകൻ ഗോഡ്സനും ആണ്. ഞാൻ 2019 ഒക്ടോബറിലാണ് ഉടമ്പടി എടുത്തത്. ഞങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഭവനമില്ലായിരുന്നു. ഒരു ചാണകം മെഴുകി ഷീറ്റിട്ട ഒരു ഭവനമായിരുന്നു. ഞങ്ങളങ്ങനെ ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ സാമ്പത്തികമായി വളരെ പിന്നോക്കമായിരുന്നു. അത് കാരണം നല്ലൊരു ഭവനം പണിയുക എന്നത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഈ തറ ഉള്ള ഭവനത്തിൻ്റെ തറയൊന്ന് പൊക്കി, ആ സിമൻറ്റ് കട്ടയായിരുന്നു വീടിൻ്റെ, ആ സിമൻറ്റ് കട്ട പൊളിച്ച് നന്നായിട്ടൊന്ന് പണിയണം എന്നോർത്ത് ഞങ്ങൾ ആ ഭവനം ഒന്ന് പൊളിച്ചു. പക്ഷേ അന്നേരം അറിയുന്ന ആ സിമൻറ്റ് കട്ട മുഴുവൻ പൊടിഞ്ഞു പോയി. അപ്പോൾ ഉള്ള വീട് ഞങ്ങൾ പൊളിക്കുകയും ചെയ്തു. പുതിയതായിട്ടൊന്ന് പണിയാൻ ഉള്ള സാമ്പത്തിക ശേഷിയില്ല. ഒരു 13,000 രൂപ മാത്രമാണ് കയ്യിലുണ്ടായിരുന്നത്. ആ സമയത്ത് ലൈഫിൻ്റെ വീടിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ അതിൻ്റെ സ്ഥിതി എന്തായെന്ന് അറിയാൻ ഞങ്ങൾ കളക്ട്രേറ്റിൽ പോയി. ആ സമയത്ത് അവിടെ നിന്ന് അറിഞ്ഞു 25 സെൻറ്റിൽ കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിൽ, 1 സെൻറ്റ് പോലും കൂടുതലുണ്ടെങ്കിൽ ലൈഫിൻ്റെ ഭവനം ഞങ്ങൾക്ക് ലഭിക്കില്ല എന്ന്. അപ്പോൾ 27 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നീട് വീട് എന്തായാലും വേണമല്ലോ, അത് കാരണം ഞങ്ങൾ ലോണിന് വേണ്ടി പിന്നെ ഞങ്ങൾ നെട്ടോട്ടമായി. അപ്പോൾ ഞങ്ങൾ ഈ വീട് വേണമെന്നുള്ള ആഗ്രഹം വെച്ച സമയം മുതൽ ഞങ്ങൾ വെഞ്ചരിച്ച ഉപ്പ് ഞങ്ങളുടെ വീടിന് ചുറ്റുമിട്ട് എന്നും വൈകിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ ഈ വീട് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടിയ സമയത്ത് ഞങ്ങൾ ലോണിന് വേണ്ടി ഓടിയപ്പം എല്ലാ പേപ്പേഴ്സും വേഗം തന്നെ റെഡിയായി. ലോണുകളെല്ലാം വേഗം കിട്ടി. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനും വളരെ വേഗത്തിൽ വീട് പണി തുടങ്ങി. അതുപോലെ വ്യക്തിപരമായ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ പൈസ സഹായിച്ചു. അങ്ങനെ 11 മാസം കൊണ്ട് വീട് പണി തുടങ്ങി, മുടക്കം വന്നിട്ടില്ല. 11 മാസം കൊണ്ട് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ലൊരു ഭവനം പണിയാൻ ഞങ്ങൾക്ക് സാധിച്ചു. 2023 ഡിസംബറിൽ ഞങ്ങൾ ആ പുതിയ വീട്ടിൽ താമസം മാറി. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ തൊണ്ടയിൽ ഇങ്ങനെ പഴുത്തിട്ട്, ടോൺസിലിൻ്റേതായിട്ട് പഴുത്തിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഡോക്ടർമാരെയൊക്കെ കാണിച്ചു. കുറച്ച് സുഖപ്പെടും, പിന്നീടും വീണ്ടും അങ്ങനെ ഉണ്ടാവും. അങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ അങ്ങനെ നീണ്ടുപോയി. അങ്ങനെ 5 വർഷത്തോളം ഞാൻ ഇതും കൊണ്ട് നടന്നു. പല ആയുർവേദം, അലോപ്പതി ഡോക്ടർമാരെയൊക്കെ കാണിച്ചു. പക്ഷേ ഇതിനൊന്നും കുറവില്ല. അങ്ങനെ ഞാൻ 2019 ഉടമ്പടി എടുത്ത ശേഷം അത് കുറച്ച് ഉഴപ്പി. കാരണം കോവിഡൊക്കെ വന്നപ്പോൾ അതങ്ങ് നിന്നുപോയി. പിന്നെ ഞാൻ 2023 അത് പുതുക്കുന്നത്. ആ 2023 പുതുക്കി. ആ സമയത്ത് ഓഗസ്റ്റ് മാസത്തിലാണ് ഈ തൊണ്ടയിൽ ഇത് നന്നായിട്ട് പഴുത്ത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി. വെള്ളം ഇറക്കുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു, നമുക്ക് മംഗലാപുരം ഹോസ്പിറ്റലിൽ ഒന്നും കൂടി കൊണ്ടുപോയി കാണിക്കാമെന്ന്. അങ്ങനെ പോകാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥന വാങ്ങിച്ചിട്ടേ ഇനി ഞാൻ ഏത് ഹോസ്പിറ്റലിലും വരുന്നുള്ളൂ എന്നും. അങ്ങനെ ഇങ്ങോട്ട് വരാൻ വേണ്ടി അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ആഗസ്റ്റ് 9 ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടതിന് വരെ ഇങ്ങോട്ട് വന്ന സമയത്ത് അന്ന് എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു. അച്ഛൻ തൈലം കൊണ്ട് എൻ്റെ തൊണ്ടയിൽ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടുന്ന് വൈകിട്ട് ട്രെയിൻ കയറാൻ വേണ്ടി പോകുമ്പോൾ, അതിനുശേഷം ഞാൻ ട്രെയിൻ കയറാൻ വേണ്ടി പോകുമ്പോൾ വൈകിട്ട് നോക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ എനിക്ക് വേദനയില്ല, വെള്ളം ഇറക്കുമ്പം പ്രശ്നമില്ല, പിന്നെ തൊണ്ടയ്ക്ക് തടിപ്പുണ്ടായിരുന്നു, അവിടെ തടിപ്പുമില്ല. അങ്ങനെ എനിക്ക് അമ്മ മാതാവും തിരുക്കുമാരനും വലിയൊരു അത്ഭുതം അച്ഛനിലൂടെ എനിക്ക് ചെയ്തു തന്നു. എനിക്ക് ഒരുപാട് നന്ദി. പിന്നീട് എനിക്ക് തൊണ്ടയിൽ യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ മകൻ ഗോഡ്സൺ, അവനന്ന് 3ാം ക്ലാസ് പഠിക്കുന്ന. അപ്പോൾ അവൻ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവൻ റോഡിന് ഇപ്പുറവശത്ത് നിന്ന് മറുവശത്തേക്ക് പെട്ടെന്ന് ഓടിപ്പോകുന്നതും വളരെ വേഗത്തിലൊരു പോലീസ് ജീപ്പ് പാഞ്ഞു വന്ന് ഇവനെ അടിച്ച് തെറിപ്പിച്ച് റോഡിന് മറുവശത്തേക്ക് ഇട്ടു. ആ സമയത്ത് അവിടെ കണ്ടു നിന്നവരെല്ലാവരും വിചാരിച്ചു ഇനി ഇവനില്ല എന്നുള്ള രീതിയിൽ എന്നോട് പിന്നീട് പറയുകയുണ്ടായി.
ആ ഒരു ആക്സിഡൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൊച്ചു ബാക്കിയിടാൻ ഞങ്ങൾ ആരും കരുതിയിട്ടില്ലെന്ന്. പക്ഷേ എൻ്റെ മോൾ ഓടിപ്പോയി അവനെ ഈ ജീപ്പിലുണ്ടായിരുന്ന പോലീസുകാർ വിറച്ചിട്ട് അവർക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പം മോൾ ഓടിപ്പോയി കൊച്ചിനെ എടുത്തു. കൊച്ചിനെ വാരി എടുത്തപ്പം ഇവരൊക്കെ കരയും, ബാക്കിയുള്ള കുട്ടികളെല്ലാം കരയുന്ന കണ്ടിട്ട് അവൻ കരഞ്ഞു. പക്ഷേ പോലീസുകാർ എടുത്തുകൊണ്ട് 2 ഹോസ്പിറ്റലിൽ മാറി മാറി കൊണ്ടുപോയി എല്ലാം ടെസ്റ്റ് നടത്തി. പക്ഷേ അവൻ്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഇല്ലാതെ അമ്മ മാതാവിൻ്റെ നീല അങ്കിയിൽ പൊതിഞ്ഞ് പിടിച്ച് അവനെ സംരക്ഷിച്ചു. ഇതാ എൻ്റെ 3ാമത്തെ സാക്ഷ്യം. അതുപോലെ ഞാൻ എൻ്റെ മക്കൾ 2 പേരും സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവിടുന്ന് കൊണ്ടുപോയ വെഞ്ചരിച്ച തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് എന്നും സ്കൂളിൽ പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വിട്ടുകൊണ്ടിരുന്നത്. അതുപോലെ വൈകിട്ട് ഞങ്ങൾ കുരിശ് വര കഴിഞ്ഞ് ഓരോ തുള്ളി തേൻ, വെഞ്ചരിച്ച തേൻ എല്ലാവരുടെ നാക്കിലും ഒറ്റിച്ചു കൊടുക്കുമായിരുന്നു പ്രാർത്ഥിച്ച്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായും. അതുപോലെ അവൻ്റെ കഴുത്തിൽ ആ കൊന്തയിൽ അമ്മ മാതാവിൻ്റെ ഒരു കാശുരൂപം, എൻ്റെ മക്കളുടെ 2 പേരുടെയും അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെയും കഴുത്തിൽ അമ്മ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു. ആ പോലീസുകാരൻ ഈ ആക്സിഡൻറ്റിന് ശേഷം അവനെ വീട്ടിൽ കൊണ്ടുവന്നാക്കുമ്പോൾ അവൻ പറഞ്ഞു, എടാ മോനെ, നിൻ്റെ കഴുത്തിലുണ്ടായ ആ കൊന്തയാണ് നിന്നെ രക്ഷിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യം. 4ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത് എൻ്റെ മകളുടെ കാര്യമാണ്. അവൾ 10ാം ക്ലാസ്സിൽ, കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിലായിരുന്നു. അവളുടെ സാക്ഷ്യം അവൾ തന്നെ പറയുന്നതായിരിക്കും. എൻ്റെ പേര് ഏഞ്ചൽ മേരി സൈമൺ. കോവിഡിന് ശേഷം ഞാൻ പഠിത്തത്തിൽ വളരെ പിന്നോട്ടായിരുന്നു. അങ്ങനെ പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ അമ്മ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഹാൾ ടിക്കറ്റ് വെഞ്ചരിച്ചൊക്കെ കൊണ്ടുവന്ന് എക്സാം എഴുതാൻ പോയി. ടീച്ചേഴ്സൊക്കെ പറഞ്ഞു C+ കിട്ടുമെന്നാണ്. അപ്പം 85% മാർക്ക് തന്ന് അമ്മ മാതാവ് അനുഗ്രഹിച്ചു. ഇപ്പം ഞാൻ +1 സയൻസാണ് പഠിക്കുന്നത്. ഇന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ മോള് കോവിഡിന് ശേഷം പഠിത്തത്തിൽ വളരെ പുറകിൽ നിന്ന് പുസ്തകം തുറക്കൂല. പുതിയ പുസ്തകം 10ാം ക്ലാസ്സിലെ പുസ്തകം ഇപ്പോഴും അതുപോലെ ഇരിക്കുന്നത്, പുതിയ പുസ്തകം അതുപോലെ ഇരിക്കുന്ന ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പം എങ്ങോട്ടോ നോക്കിയിരിക്കും. അതിനോടൊന്നും താല്പര്യമില്ല. നോട്ട് എഴുതാൻ പറഞ്ഞാൽ പിന്നെ തല്ലാൻ പാടില്ലാത്തതുകൊണ്ട് ടീച്ചേഴ്സ് തല്ലൂല. അപ്പം നോട്ടൊന്നും എഴുതൂല. വീട്ടിൽ വന്ന് നമ്മൾ എത്ര വഴക്ക് പറഞ്ഞാലും ഒന്നും ചെയ്യൂല. അങ്ങനെ ആ സ്കൂളിലെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും പിറകിലായിരുന്നു. അങ്ങനെ ടീച്ചേഴ്സൊക്കെ വീട്ടിൽ വരുമായിരുന്നു. പിന്നെ മോളെ എങ്ങനെയെങ്കിലും നമ്മുടെ സ്കൂളിൻ്റെ പേര് പോകില്ല, കാരണം എങ്ങനെയെങ്കിലും പറഞ്ഞ് നല്ല രീതിയിൽ പഠിക്കാനാക്കണമെന്ന്. പക്ഷെ ഞങ്ങൾ പല കൗൺസിലിങ്ങിലും ചെയ്തു. അങ്ങനെ ഒന്നും ഒരിടത്തും എത്തിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അതിൽ ഈ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് ഫെബ്രുവരി മാസത്തിൽ, ജനുവരി ലാസ്റ്റായിരുന്നു, 2025 24 ലാസ്റ്റായിരുന്നു, 25-ലായിരുന്നല്ലോ എക്സാം. അപ്പോൾ ആ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഫെബ്രുവരി മാസം, ഒറ്റ മാസം, ഇവിടെ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു സർക്കാർ സ്കൂളിൽ. അപ്പം ആ 1 മാസം കൊണ്ട് അവൾ അതുവരെ പുസ്തകം തുറക്കാൻ നോട്ട് എഴുതാത്ത ആൾ 1 മാസം കൊണ്ട് പഠിച്ച് സ്വന്തം തന്നെ ഇരുന്ന് പഠിച്ചു. വേറെ ആ 1 മാസം വേറെ ഒരു കാര്യത്തിലും അവൾ ശ്രദ്ധ കൊടുത്തില്ല. ഒരു ഏകാഗ്രത തന്നെയായിരുന്നു പഠനത്തിൽ. ആ 1 മാസം കൊണ്ട് മാത്രമാണ് അവൾ പഠിച്ച്. പിന്നെ അതുപോലെ ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ C+ മാത്രം, C+ ഞാൻ പറഞ്ഞു മോള് തോറ്റുപോകും അല്ലെങ്കിൽ തീരെ മാർക്ക് കുറവ്. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു ഒരു C+ ഒക്കെ കിട്ടുമായിരിക്കും, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ടീച്ചേഴ്സെല്ലാം പറഞ്ഞ് ആ കൊച്ച് 85% മാർക്കോടെയാണ് പാസ്സായത്. അമ്മ മാതാവിന് തിരുക്കുവാനും ചെയ്ത ഈ വലിയ അത്ഭുതം, ഞാനത് വലിയ അത്ഭുതം എന്ന് പറയും. ഒരു പക്ഷേ ഫുൾ A+ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഞാനതിന് വില മതിക്കുന്നുണ്ട്. കാരണം ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക്, ഓണപ്പരീക്ഷയ്ക്കൊക്കെ 2, 3, 8 മാർക്കൊക്കെ ആയിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പുസ്തകം തുറക്കൂലായിരുന്നു. ഇന്നും ആ പുസ്തകം അതുപോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ പത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലും ടൗണിലും ഞങ്ങളുടെ ആ പ്രദേശത്ത് എല്ലാവർക്കും തന്നെ ജാതിപതഭേദമന്യേ എല്ലാവർക്കും തന്നെ കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ യാത്ര ചെയ്യുന്ന വേളയിൽ എൻ്റെ കയ്യിൽ പത്രം ഉണ്ടാവും. എൻ്റെ കൂടെ സീറ്റിലിരിക്കുന്നവരോ അല്ലെങ്കിൽ ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും തന്നെ
കൃപാസന പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ടോക്ക് ഞാനിന്നും എല്ലാ ചൊവ്വാഴ്ചയുള്ള ടോക്ക് കേൾക്കും. അതുപോലെ അത് സ്റ്റാറ്റസ് ഇടും. അച്ഛൻ്റെ പിന്നെ ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങൾ ഞാൻ സ്റ്റാറ്റസ് ഇടുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ പത്രം കൊടുത്തിട്ട് തന്നെ ഞാൻ പത്രം കൊടുത്ത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, ഉടമ്പടി എടുത്തിട്ടുണ്ട്, അനുഗ്രഹം നേടിയിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാനും ഹസ്ബൻഡും കൂടി പ്രായമായ അല്ലെങ്കിൽ രോഗമായിട്ട് കിടക്കുന്ന ആൾക്കാരുടെ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർ വീടുകളിൽ പോയി അവരെ സന്ദർശിക്കും, അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. അതുപോലെ ഞങ്ങളുടെ അയൽവക്കത്ത് ഒരമ്മച്ചി ഭക്ഷണമൊന്നും ആരും ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാ ദിവസവും ഫുഡ് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുമായിരുന്നു. അതെൻ്റെ മക്കളാണ് കൊണ്ട് കൊടുക്കുക. ഞാൻ ഉണ്ടാക്കിയാലും ഈ 2 മക്കളാണ് മിക്ക സമയം കൊണ്ട് കൊടുക്കുക. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ആത്മീയമായിട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥന കുറച്ചും കൂടി ആഴപ്പെട്ടു. ഞങ്ങൾ 3 പേരും ഉടമ്പടിയിലാണ്. അങ്ങനെ ഈശോയും അമ്മ മാതാവും ചെയ്തു തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. മക്കബായരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം 30-ാം തിരുവചനം. അല്പസമയം മുൻപ് വരെ പരിഭ്രമവും അസ്വസ്ഥതയും മുറ്റിനിന്ന ദേവാലയത്തിൽ സർവശക്തനായ കർത്താവ് പ്രത്യക്ഷീഭവിച്ചതിനാൽ ആഹ്ലാദം തലതല്ലി. മക്കബായരുടെ പുസ്തകത്തിൽ നിന്നുള്ള ഈ വചനം നിവൃത്തിയാകുന്നത് ഇന്ന് ഈ കുടുംബത്തിലാണ്. അപ്പനും അമ്മയും മകളും ഇന്ന് ഉടമ്പടി എടുത്ത് അവർ വളരെ ഒരു എക്സ്റ്റസി അനുഭവത്തിലാണ്, വളരെ സന്തോഷത്തിലാണ്. അവർക്ക് പരിശുദ്ധ അമ്മ അവരെ ഈശോയുടെ തിരുരക്തത്തിൻ്റെ കോട്ട കെട്ടി സംരക്ഷിക്കുന്ന വലിയ ജീവിതാനുഭവത്തിലേക്ക് അവരിന്ന് കടന്നു വന്നിരിക്കുകയാണ്. കാരണം അവരുടെ ഇല്ലായ്മകളിലെല്ലാം ദൈവം തന്നെയായിരുന്നു അവർക്ക് എല്ലാമായി തീർന്നത്. അവർക്കൊരു നല്ല ഭവനം വേണമായിരുന്നു. മോളി തൻ്റെ ജീവിത പങ്കാളിയോടും മക്കളോടുമൊപ്പം വന്ന് വലിയ സാക്ഷ്യം പറയുന്നത്, ഏറ്റുപറയുന്നത് ഇതാണ്. അവർക്ക് ഒരു വളരെ ചെറിയ പരിതാപകരമായ ഒരു വീടായിരുന്നു. അതൊന്ന് പൊളിച്ചു പണിയണമെന്ന വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അവർക്കങ്ങനെ ലൈഫ് മിഷനിലേക്ക് ഒരു അപേക്ഷ കൊടുത്തപ്പോൾ അവർക്ക് അതിനുള്ള യോഗ്യതകളില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഉടമ്പടി എന്ന് പറയുന്നത് യോഗ്യതകളെ കൃപകളാക്കി നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തിത്തരുന്ന ഈശോയുടെ വലിയ അത്ഭുതങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവർക്കതിന് യോഗ്യതയില്ല എന്നറിഞ്ഞപ്പോൾ ഈശോയുടെ കൃപയാണ് അവർക്കൊരു നല്ല ഭവനം പണിത് അതിൽ താമസിക്കുവാനുള്ള സാധ്യതകൾ നൽകിയത്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം ലഘൂകരിക്കുന്ന, ഉടൻ പരിഹാരം നൽകുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയിലേക്ക് ഇവർ കടന്നു വന്നപ്പോൾ ഇവരുടെ ജീവിത സ്വപ്നമായ ഭവനം എന്ന സ്വപ്നം പൂവണിഞ്ഞത് ഇവർ ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ മോളിക്ക് തൊണ്ടയിലുണ്ടായ ഒരു പഴുപ്പിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. എത്ര തന്നെ ചികിത്സ ചെയ്തിട്ടും അതിലൊരു ഭേദമാകാതെ, മാറിപ്പോകാതെ, സൗഖ്യപ്പെടാതെ ഇരുന്നപ്പോൾ ആശുപത്രിയിലേക്ക് വീണ്ടും പോകാമെന്നുറച്ചപ്പോൾ ആ ദിവസമാണ് ഇവിടെ വന്ന് അച്ഛനിൽ നിന്ന് കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ച് തൈലാഭിഷേകം സ്വീകരിച്ച് ഇവിടെ നിന്ന് പോയ അന്ന് തന്നെ ഈ മകൾക്ക് ആ പഴുപ്പും വേദനയും ഇല്ലാതായി എന്ന് സൗഖ്യപ്പെടുത്തുമെന്ന് മോളി സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ ഗോഡ്സൺ മകൻ്റെ ആക്സിഡൻറ്റിനെ കുറിച്ച് മോളി ഇവിടെ ഏറ്റുപറയുകയുണ്ടായി. ഈ മക്കളെ എന്നും ഈ മാതാപിതാക്കൾ തൈലം പൂശി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരുടെ ദിവസം തുടങ്ങുന്നതിന്. ഇവിടെ നിന്ന് ലഭിച്ച കാശുരൂപം, ഇവിടെ ഇന്ന് നമ്മുടെ സ്റ്റോളിൽ ലഭിക്കുന്ന എല്ലാ നേർച്ച വസ്തുക്കളും തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ആശീർവദിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ശക്തി ഒന്ന് വേറെ തന്നെയാണ്. നമ്മളെ എപ്പോഴും പരിശുദ്ധ അമ്മ സംരക്ഷിക്കുന്ന ആ ഒരു പവർ അതിനകത്തുണ്ട്. ഈ മക്കൾ കാശുരൂപം ധരിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ യാത്രകളും ദിവസവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. ഈ മകൻ്റെ ഒരു വലിയ പോലീസ് ജീപ്പ് ഇടിച്ച് തെറിപ്പിച്ച ഒരു ആക്സിഡൻറ്റിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ഈ മകൻ വളരെ സുരക്ഷിതനായി എന്നാൽ തറയിൽ നിൽക്കുവാൻ അവന് സാധിച്ചു. അതുപോലെ തന്നെ ഏഞ്ചൽ മകളുടെ വലിയൊരു സാക്ഷ്യം ആ മകൾ തന്നെ ഏറ്റുപറയുകയുണ്ടായി. അവളുടെ എല്ലാ മാനസിക അസ്വസ്ഥതകളിലും പരിശുദ്ധാമ്മ അവളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാനുള്ള കൃപയ്ക്കായി ഈശോ അവളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. 1 മാസം കൊണ്ടാണ് അവൾക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആശീർവാദം ലഭിച്ചതിന് ശേഷം അവരുടെ ഹോൾ ടിക്കറ്റിൽ അമ്മ തന്നെ വന്ന് ഹോൾ ടിക്കറ്റ് ആശീർവദിച്ച് കൊണ്ടുപോയപ്പോൾ വളരെ പെട്ടെന്നാണ് 1 വർഷം പഠിക്കാനുണ്ടായിരുന്ന കാര്യങ്ങൾ അവൾ 1 മാസം കൊണ്ട് പഠിച്ചെടുത്ത് നല്ല മിടുക്കിയായി. C+ കിട്ടി. C+ എന്ന് പറയുന്ന ഗ്രേഡ് ടീച്ചേഴ്സ് കൊടുത്താണ്. C ഗ്രേഡിൽ വളരെ ബേസിക് നമ്പറിൽ പാസ്സാകേണ്ട, ഗ്രേഡിൽ പാസ്സാകേണ്ട ഈ മകൾക്ക് യോഗ്യതകൾ ഒട്ടും തന്നെ ഇല്ലാതിരുന്ന 10ാം ക്ലാസ്സിലെ എക്സാം ഇവൾ പാസ്സായത് 85% മാർക്കിലാണ്. ഇന്ന് മകളൊരു 2nd ഗ്രൂപ്പ് മെഡിക്കൽ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുകയാണ്. അവൾ ഇന്ന് ഉടമ്പടി എടുത്ത് വളരെ മിടുക്കിയായി
+2 ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ അവൾക്ക് അതിനുള്ള എല്ലാ സാധ്യതകളും പരിശുദ്ധാത്മാവ് തന്നെ നൽകും. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോൾ നമ്മൾ എന്ത് സംസാരിക്കണം, എന്ത് ചെയ്യണം എന്നെല്ലാം നമുക്കുള്ള അറിവ് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുന്നതിൻ്റെ ഉറപ്പാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. നമ്മൾ ഉടമ്പടി സ്വീകരിച്ച് ഉടമ്പടിയിൽ ഒപ്പുവെച്ച് ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മളൊരു തമാശയ്ക്കായിട്ട് നമ്മുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇന്നും എന്നും എന്നും എപ്പോഴും ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് നാം പ്രോമിസ് ചെയ്തുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്നത്. ഈ മകൾ അത് പ്രാപിക്കുവാനും ഈശോയെ സ്നേഹിക്കുവാനുമുള്ള വലിയ പ്രതിജ്ഞയോടുകൂടെ ഇവിടെ ഇറങ്ങുമ്പോൾ ഇവരുടെ കുടുംബത്തിൽ തന്നെ പരസ്പരം ഓർമ്മിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും. നമ്മൾ ഉടമ്പടിയിലാണ്. നമ്മളൊരിക്കലും ഈശോയെ വേദനിപ്പിക്കരുത്. നമ്മളൊരു വാക്കിലോ പ്രവൃത്തിയിലോ നോട്ടത്തിലോ വിചാരത്തിലോ വാക്കിലോ നമ്മളൊരിക്കലും ഈശോയെ വേദനിപ്പിക്കരുതെന്ന് പരസ്പരം അംഗീകരിക്കുവാനും ഓർമ്മിപ്പിക്കുവാനും പറ്റിയൊരു സാഹചര്യം, ഒരു ദേവാലയ അങ്കണമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവർ ഈശോ പറയുന്നത് പോലെ ചെയ്യാനുള്ള ഒരു വലിയ മനക്കരുത്തോടെ ഇവിടെ നിന്നിറങ്ങുമ്പോൾ അവരുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും സൗഖ്യത്താൽ നിറയ്ക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പഠിക്കുന്ന എല്ലാ മക്കളെയും, ജീവിതാസ്വാസ്ഥ്യം മൂലം ക്ലേശപ്പെടുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.